ഉദ്യോഗസ്ഥരുണ്ടാക്കിയ ചട്ടങ്ങൾ മാറ്റിമറിച്ച് സാധാരണക്കാർക്ക് വേണ്ടി പലതും പ്രാപ്യമാക്കിയ ഒരു നേതാവിൻ്റെ പേരാണ് VS എന്നുള്ളത്. ആ VS ആണ് ഏറ്റവും അവസാനമായി സ്വന്തം വീട്ടിലേക്ക് എത്താൻ പോകുന്നത്. വഴിയിലുടനീളം ആയിരക്കണക്കിന് ആളുകളുടെ ഒരു ജനസഞ്ചയം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേലിക്കകത്ത് വീട്ടിലേക്ക് VSൻ്റെ മൃതശരീരം വഹിച്ചുള്ള ആ വാഹനത്തോടൊപ്പം ആ KSRTCയുടെ വിലാപയാത്ര വഹിക്കുന്ന ആ വാഹനത്തിന് പിന്നാലെ ഒരു പുഴ പോലെ ജനസാഗരം ഒഴുകി വരുന്നത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് പോലും കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വേലിക്കകത്ത് വീട്ടിൽ നോക്കുകയാണെങ്കിൽ നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെയാണ് വേലിക്കകത്ത് വീട്ടിൽ ഉള്ളത്. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ആളുകളുണ്ട്. CPIMൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബിയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുണ്ട്. G സുധാകരനുണ്ട്. ആലപ്പുഴയുടെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് G സുധാകരൻ. ഒപ്പം തന്നെ മന്ത്രി R ബിന്ദുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റ് എഴുത്തുകാരൻ ബെന്യാമിനെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഒപ്പം മറ്റ് പലരും, അതായത് രാഷ്ട്രീയ ഭേദമന്യേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി അടക്കമുള്ളവർ, CPIM നേതാക്കൾ മാത്രമല്ല, മന്ത്രിമാർ മാത്രമല്ല, മുൻ മന്ത്രി മാത്യു T തോമസ് ഉൾപ്പെടെയുള്ള ജനതാദളിൻ്റെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇവിടെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട നേതാവിനെ. അതിൽ സാധാരണക്കാരുണ്ട്. സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എഴുത്തുകാരനായ ബെന്യാമിൻ അടക്കമുള്ളവർ രാഷ്ട്രീയക്കാർ മാത്രമല്ല ഉള്ളത്. എഴുത്തുകാർ മറ്റ് രംഗങ്ങളിൽ ചേരുന്നുണ്ട്. പത്തനാപുരത്ത് നിന്നും നിജിയാണ് നമ്മളോടൊപ്പം ഓർമ്മകൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ശ്രീമതി നിജി. എങ്ങനെയാണ് താങ്കൾ VS അച്യുതാനന്ദനെ ഓർമ്മിക്കുന്നത്? എനിക്ക് വളരെയേറെ വിഷമമുണ്ട്. പ്രിയ സഖാവിൻ്റെ വേർപാടിൽ പത്തനാപുരത്ത് പല പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്. പ്രിയ സഖാവിൻ്റെ വേർപാടിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വളരെയധികം നന്ദി ശ്രീമതി നിജി. റിയാസ് KMRലേക്ക് തന്നെ മടങ്ങിയെത്താം. റിയാസ്, ഇനി ഏതാനും നിമിഷങ്ങൾക്കകം VS അച്യുതാനന്ദൻ തൻ്റെ വസതിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനായി ഒത്തുചേർന്നിരിക്കുന്നത്. റിയാസ്, തുടരാം. VSൻ്റെ മൃതശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ പുന്നപ്രയിലേക്ക് എത്തിയിരിക്കുകയാണ്. പുന്നപ്രയുടെ വിധിയിലൂടെ ഇങ്ങനെ പതിയെ VS നിശ്ചേതനായി, ചേതനയറ്റ ശരീരമായി VS വരികയാണ്. സാധാരണ VS പുന്നപ്രയിലേക്ക് വരുമ്പോൾ അവിടെ ആവേശം അലതല്ലും. ഇത്തവണ ആവേശമല്ല, നൊമ്പരമാണ് അവിടെ അലയടിക്കുന്നത്. ജനഹൃദയങ്ങൾ ഏറ്റവും നൊമ്പരത്തോടുകൂടി, നേരത്തെ ആവേശത്തോടുകൂടി കണ്ണേ കരളേ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ നെഞ്ചു പൊട്ടി വിളിക്കുകയാണ്. ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ട നേതാവിനെ യാത്രയയക്കുകയാണ്. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് വിളിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുഴയായി അവർ പുന്നപ്രയുടെ ആ മണ്ണിലൂടെ പതിയെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകുകയാണ്. അവിടെ പലരും കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാനായി. സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യർ മുതൽ ഒരു ദിവസത്തെ ജോലിക്ക് പോയില്ലെങ്കിൽ അന്ന് കൂലിയില്ലെങ്കിൽ അന്ന് പട്ടിണിയാകുന്ന സാധാരണക്കാരായ മനുഷ്യർ പോലും ഇന്നത്തെ ജോലി വേണ്ട, പട്ടിണിയായാലും കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് പ്രിയപ്പെട്ട നേതാവിന് ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുന്നു. റെഡ് വളണ്ടിയർമാർ പ്രിയ സഖാവിനെ ഏറ്റുവാങ്ങാനായി, പ്രിയ സഖാവിൻ്റെ മൃതശരീരം അവസാനമായി ഏറ്റുവാങ്ങി വീട്ടുമുറ്റത്തേക്ക് കിടത്താനായിട്ടുള്ള എല്ലാ സന്നദ്ധ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ MA ബേബി മുതൽ CPIMൻ്റെ ജനറൽ സെക്രട്ടറി, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി M ലിജു, ഒപ്പം തന്നെ NK പ്രേമചന്ദ്രൻ MP, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, ഒപ്പം മറ്റ് നേതാക്കൾ മുൻ മന്ത്രി മാത്യു T തോമസ് അടക്കമുള്ളവർ, മന്ത്രി ഡോക്ടർ R ബിന്ദു അടക്കമുള്ള വലിയൊരു നേതാക്കളുടെ വലിയ നിര ഇവിടെ സജ്ജമാണ്. അതിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV
ഗോവിന്ദൻ മാസ്റ്ററും ഇവിടെയുണ്ട്. മറ്റു നേതാക്കളും ആളുകളെ നിയന്ത്രിക്കാൻ വലിയ പാടുപെടുകയാണ്. റെഡ് വളണ്ടിയർമാരുമുണ്ട്. അവർക്കിടയിലൂടെ വലിയ മുദ്രാവാക്യങ്ങൾ നമുക്ക് കേൾക്കാം. കണ്ണേ കരളെ VS എന്ന് നെഞ്ചുപൊട്ടി വാർത്തരച്ച് വിളിക്കുന്ന ജനക്കൂട്ടത്തെ നമുക്ക് കേൾക്കാം. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരികയാണ് പ്രിയപ്പെട്ട നേതാവിന് അവസാനമായിട്ട് ആ ഒരു സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു യാത്രയയപ്പ് അദ്ദേഹത്തിന് അവിടെ നൽകാൻ കേരളത്തിൻ്റെ വലിയ പൗരാവലി, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, കേരളത്തിൻ്റെ വലിയൊരു പൗരാവലി വേലിക്കകത്ത് വീട്ടിൽ ആ VS എന്ന മഹാസ്നേഹ പ്രവാഹത്തിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. VS എന്നുള്ളത്, അതായത് VSൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് VS എന്ന് പറഞ്ഞാൽ വലിയ ശരിയായിരുന്നു എന്ന് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു. വലിയത് ശരി, ശരി, ആ വലിയ ശരിയത ഇപ്പോൾ ഇനി ഓർമ്മകളിലേക്ക് അണയാൻ പോവുകയാണ്. ഇവിടെ നിരവധി പേരാണ് VSനെ ഈ വേലിക്കകത്ത് വീട്ടിലേക്ക് കാത്തിരിക്കുന്നത്. പലരും നെഞ്ചുലഞ്ഞ് കരളുലഞ്ഞ് അവർ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട നേതാവിനെ, പ്രിയപ്പെട്ട സമരസഖാവിന് അവസാനമായി ഒരു നോക്ക് കണ്ട് വിട ചൊല്ലാൻ കാത്തിരിക്കുകയാണ്. അതിൽ കേരളത്തിൻ്റെ വലിയ ഒരു പരിച്ഛേദം തന്നെ അവിടെയുണ്ട്. കേരളത്തിൻ്റെ പരിച്ഛേദമുണ്ട്. കേവലം സഖാക്കൾ ചേരുന്നുണ്ട്. ആലുവയിൽ നിന്നും പിള്ളയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ പിള്ള. താങ്കൾ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർമ്മിച്ചെടുക്കുന്നത്? ഉണ്ടാവില്ല, ഉറപ്പാണ്, 100%. എൻ്റെ സ്വന്തം നാട് ചേപ്പാടാണ്. ഞാൻ 50-55 വർഷമായി ആലുവയില താമസിക്കുന്ന. അദ്ദേഹത്തിന് 64 വർഷം, 64 വയസ്സ്, 64 തൊട്ട് 1964 തൊട്ട് നേരിട്ട് പരിചയമുള്ളതാണ്. കർഷക പ്രസ്ഥാനത്തിന്, കർഷക തൊഴിലാളിക്ക് വേണ്ടി മുതുകുളം, ചേപ്പാട്, ആലപ്പുഴ ആ ഭാഗങ്ങളിലൊക്കെ ധീരമായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനം ഉണ്ടാക്കി ആകർഷിച്ച് വന്നൊരു സഖാവ്. ഒരിക്കലും ഒരു കാലത്തും അറിയില്ല അദ്ദേഹത്തിന്. അപ്പം നിങ്ങളുടെ ഇത് കണ്ടിടണേ, എനിക്ക് അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാൻ വേണ്ടി ആണ് അങ്ങോട്ട് ഞാൻ വിളിച്ചത്. അവസരം തന്നു, വളരെ നന്ദി. അദ്ദേഹത്തിനോടുള്ള കടപ്പാട് ജീവിതകാലം മുഴുവൻ എനിക്കിപ്പോൾ 76 വയസ്സായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആ സ്മരണകൾ അയാൾക്ക് ഇങ്ങനെ പോകും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ പിള്ള. റിയാസ് KMRലേക്ക് തന്നെ മടങ്ങിയെത്താം. റിയാസ്, ഇനി VS അവസാനമായി അദ്ദേഹം പിറന്ന മണ്ണിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഇനി ഒരിക്കലും അദ്ദേഹം ഈ ഒരു മണ്ണിലേക്ക് തിരികെ എത്തില്ല എന്ന് ഒപ്പം ചേരുന്നുണ്ട്. കൊല്ലത്തു നിന്നും ഓമനക്കുട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം ശ്രീ ഓമനക്കുട്ടൻ. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ, താങ്കൾക്ക് എന്താണ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്? VSനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ലോകത്തില് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ളൊരു നേതാവ്, അത് VSനെ പോലെ അത് പിണറായി ഒക്കത്തില്ല. പിന്നെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ VS ആണ്. സാധാരണക്കാരന്റെ പടത്തറവനാ, അടിയാനും കുടിയാനും. അറിയാവോ? തീർച്ചയായും. അടിയാനും കുടിയാനുള്ള അന്ന് ചിരട്ടയ്ക്കകത്ത് കഞ്ഞി കൊടുത്തൊരു സമ്പ്രദായം അന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ചരിത്രം കേട്ടിട്ട് ഇദ്ദേഹത്തെ കണ്ട് ഇനി വരുന്ന ഈ പുരുഷന്മാരും ചെറുപ്പക്കാരും പഠിക്കണം. അതേപോലെ ഈ പിണറായിയും പഠിക്കണം. VSനെ പോലെ ആവണം. അതാണ് എന്റെ അഭിപ്രായം. ഞാനിത് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ CPMന്റെ അനുഭാവിയാണ്. എനിക്ക് അദ്ദേഹത്തെ മറക്കാനൊക്കത്തില്ല. അദ്ദേഹം മരിച്ചാലും ഞാൻ മരിക്കുന്നതിന് വരെ അദ്ദേഹത്തെ ഞാൻ ഓർക്കും. ഞാനൊരു പക്കാ CPM-നാണ്. പക്ഷെ CPM-നാണ് ഇദ്ദേഹം കേരളത്തിലല്ല ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവായി മാറുന്നൊരു VS ആണിത്. അതാണ് എനിക്ക് തീർച്ചയായും. വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം താങ്കളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന്. തീർച്ചയായും വളരെയധികം
മാതൃകയാക്കേണ്ട ഒരു നേതാവ് തന്നെയാണ് VS അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, VS അച്യുതാനന്ദൻ പിറന്ന മണ്ണിലേക്ക് അദ്ദേഹം അവസാനമായി എത്തുകയാണ്. നിരവധി ആളുകളാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കണ്ണേ കരളെ VS എ, ഞങ്ങളുടെ ചങ്ങിലെ റോസാപ്പൂവേ എന്ന് വിളിച്ചുകൊണ്ട് VS അവസാനമായി അദ്ദേഹത്തെ അവസാനമായി കാണാൻ നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രസാദ് കാളിദാസൻ നമ്മളോട് ചേരുന്നു. പ്രസാദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, വിലാപയാത്ര ഇങ്ങെത്തിക്കഴിഞ്ഞു. വേലിക്കകത്തെ വീട്ടിലേക്ക് അവസാന യാത്രയായി VS അച്യുതാനന്ദൻ എന്ന പ്രിയ നേതാവ് എത്തിക്കഴിഞ്ഞു. VS-നെ കാണാനായി നിരവധി ആളുകൾ ഇവിടെ തടിച്ചു. ഈ ഒരു ജനബാഹുല്യം തന്നെയാണ് ആ ഒരു നേതാവിൻ്റെ വിജയമെന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ വിളികളുമായാണ് VS-ന്റെ ആ ഒരു അവസാന വരവിനെ അണികളും ഒപ്പം തന്നെ VS-നെ സ്നേഹിക്കുന്ന ജനങ്ങളുമൊക്കെ കാണുന്നത്. ഇപ്പോൾ അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ആ ഒരു ബസ് ഇപ്പോൾ ഇനിയുള്ള ആ മൃതദേഹം വഹിച്ചുകൊണ്ട് അകത്തേക്ക് ഈ മൃതദേഹം മാറ്റുമെന്നുള്ളതും കൂടിയാണ്. ഇപ്പോൾ ഏറെ മണിക്കൂറുകൾക്ക് ശേഷം, അല്ലെങ്കിൽ 9 മണിയോടെ ഇവിടെ ഒരു പൊതുദർശനം ആരംഭിക്കും ഇന്ന് എന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന ആ ഒരു ക്രമീകരണ പട്ടിക എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് 9 മണിയോടുകൂടി എത്തേണ്ടത് ഇന്ന് 12 മണി കഴിഞ്ഞിരിക്കുന്നു. ആ വിലാപയാത്ര ഇങ്ങെത്തിച്ചേരാൻ അതായത് 15 മണിക്കൂറിലധികം കാലതാമസമെടുത്തു. എന്നാൽ ആ ഒരു 15 മണിക്കൂർ കാലതാമസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി എടുത്ത ഒരു താമസമാണ്. കാരണം വഴിയോരങ്ങളിൽ തങ്ങളുടെ നേതാവിനെ കാണാനായി കാത്തുനിന്ന ആ ജനങ്ങൾക്ക് ഇതിൽ നിന്നാണ് അവർ സന്തോഷം കണ്ടെത്തിയത്. ആ അവസാന വട്ട കാഴ്ചയിലൂടെയാണ് മടങ്ങിയത്. ആ ഒരു യാത്രയിലുടനീളം നിരവധി ആളുകൾ, നിരവധി പ്രവർത്തകർ, പാർട്ടി ഇതര പ്രവർത്തകരടക്കം തങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയെ, തങ്ങളെ ഏറെക്കാലം തങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ ഒരു നേതാവിനെ, ഒപ്പം തന്നെ രാഷ്ട്രീയ കേരളത്തിൽ അറിയപ്പെടുന്ന പല പോരാട്ടങ്ങളെയും നയിച്ചയാൾ VS അവസാനമായി വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. VS ജനിച്ച വീട്, VS വളർന്ന വീട്, VS തൊഴിലാളി പ്രസ്ഥാനങ്ങളി സംഘടനകളിലൂടെ സംഘടിതനായി കൂടുതൽ സംഘടിപ്പിച്ച് ആ ഒരു സംഘടനാ വൈഭവത്തിൻ്റെ മികവിലൂടെ രാഷ്ട്രീയ കേരളത്തിലെ എണ്ണമറ്റ നേതാവായി മാറിയ ആ ഒരു ആലപ്പുഴയുടെ മണ്ണിൽ വേലിക്കകത്തെ വീട്ടിലേക്ക് VS വന്നു ചേർന്നിരിക്കുന്നു. മണിക്കൂറുകൾ താമസിച്ചെങ്കിലും മെല്ലെ മന്ദമായിരുന്നു ആ ഒരു വരവെങ്കിലും ആ വരവിനെ ലക്ഷോപലക്ഷങ്ങളുടെ പിന്തുണയോടെയാണ് ആ ഒരു വരവ് ഇന്നിപ്പോൾ ഈ ഒരു ആലപ്പുഴയിൽ വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ജനങ്ങളുടെ സ്നേഹവും ആദരവും അവസാന വട്ടവും ഏറ്റുവാങ്ങി മുൻപ് നിറപുഞ്ചിരിയോടെ എല്ലാ ജനങ്ങളെയും നോക്കിക്കൊണ്ടിരുന്ന ആ നേതാവ് ഇന്ന് തിരിച്ചു ചിരിക്കാൻ പുഞ്ചിരിക്കാനാകില്ല, നിശബ്ദനാണ്. എന്നും ആ ഒരു നിശബ്ദത ഭയപ്പെടുത്തിയിരുന്നു രാഷ്ട്രീയ എതിരാളികളെ പോലും. ആ ഒരു നിശബ്ദത, ഇനി നിതാന്തമായ നിശബ്ദത, ആ നിശബ്ദതയുടെ കൂടെ മുദ്രാവാക്യങ്ങളുടെ അലയൊലികൾ അങ്ങനെ പരക്കുന്നു. ചോരച്ചുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വരവേറ്റിരിക്കുന്നു. ആ ഒരു അവസാനവട്ട കാഴ്ചയ്ക്കായി, ഒരു നോക്ക് കാണുവാനായി, തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു വട്ടം കൂടി കാണാനായി. ഇനി ഇങ്ങനെ ഒരു നേതാവില്ല. ഇനി നമുക്ക് VS ഇല്ല. EMS-നെ ഞങ്ങൾ കണ്ടിട്ടില്ല, നായനാരെ ഞങ്ങൾ കണ്ടിട്ടില്ല, VS-നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. VS-നെ ഒന്ന് കാണണം എന്നാണ് ഇവിടെ പല അമ്മമാരും കുട്ടികളും ഒപ്പം തന്നെ നിരവധി പ്രവർത്തകരും അടക്കം പ്രതികരിച്ചത്. അവരുടെ ഉള്ളിൽ തട്ടിയുള്ള പ്രതികരണമാണ്. നമ്മൾ കണ്ടിരുന്നു. കൊച്ചു കുട്ടികൾ പോലും അവർ പ്രതികരിക്കുന്നു, VS-നെ കാണണം, ഞങ്ങൾക്ക് VS-നെ കണ്ട് മടങ്ങണം എന്നുള്ള പ്രതികരണങ്ങളിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു നിമിഷത്തിലും നമ്മൾ കടന്നുപോകുന്നത്. തുല്യം തന്നെയാണ്, മേഘാവൃതമാണ് അന്തരീക്ഷം. ഏത് നിമിഷം വേണമെങ്കിലും മഴയടക്കം പെയ്യാം. എന്നാൽ ആ മഴയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവിടെ അങ്ങനെ തന്നെ പറയണം, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷോപലക്ഷം ആളുകൾ VS അച്യുതാനന്ദൻ എന്ന ആ നേതാവിനെ കാണാൻ അവസാനവട്ടമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഉൾഗ്രാമങ്ങളിൽ നിന്നും, നഗരങ്ങളിൽ നിന്നുമൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോഴും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ മാത്രമല്ല, വേലിക്കകത്തെ വീട്ടിൽ മാത്രമല്ല,
പാർട്ടി ഓഫീസിലേക്കും ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും ഏറ്റവും അവസാനം സംസ്കാര ചടങ്ങ് നടക്കുന്ന പുന്നപ്ര വയലാർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ആ ഒരു വലിയ ചുടുകാട്ടിലേക്കുമൊക്കെ നിരവധി ആളുകൾ വി എസിനെ കാണാനായി, വി എസിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിക്കുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ നേരുന്നു ഇവിടെ നിൽക്കുന്ന അണികൾ, ജനാവലികൾ എന്നുള്ളതാണ് ദീപ്തി. തീർച്ചയായും കാളിദാസ് അവസാനമായി താൻ പിറന്നു വീണ മണ്ണിൽ അവസാനമായി ഇനിയൊരു മടങ്ങിയെത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം അറിയാം അദ്ദേഹം ഇനി ഒരു മടക്കയാത്രയില്ലാത്ത ഒരു യാത്രയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അവസാനമായി അദ്ദേഹം പിറന്നു വീണ മണ്ണിലേക്ക് വി എസ് അച്യുതാനന്ദൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ഈ വീട്ടിൽ ഇനിയൊരു പൊതുദർശനം ഉണ്ടാകുമോ, അതിനുശേഷം എപ്പോഴായിരിക്കും ബാക്കിയുള്ള വീട്ടിൽ പൊതുദർശനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനുശേഷം ഈ ഒരു ബാക്കി DC ഓഫീസിലേക്ക് എല്ലാം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടോ? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, നിലവിലെ ക്രമീകരണങ്ങൾക്ക് വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം 9 മണിയോടുകൂടി വീട്ടിലെ പൊതുദർശനം ആരംഭിക്കും. 10 മണിയോടെ പാർട്ടി ഓഫീസിലെ പൊതുദർശനം ആരംഭിക്കുമെന്നുള്ളതായിരുന്നു. അതിനുശേഷം ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിനും ശേഷം വലിയ ചുടുകാട്ടിലെ സംസ്കാര ചടങ്ങുകൾ 4 മണിയോടുകൂടി പൂർത്തീകരിക്കാനായിരുന്നു ആദ്യം ക്രമീകരിച്ചിരുന്നതെങ്കിൽ 15 മണിക്കൂറിൻ്റെ ആ ഒരു കാലതാമസം വലിയ രീതിയിൽ ആഘാതമേറ്റിട്ടുണ്ട് ഈ ഒരു ക്രമീകരണങ്ങളെ അടക്കം. അതുകൊണ്ട് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു അഭൂതപൂർവമായ ഈ ഒരു ബാഹുല്യം അത്രത്തോളം ഞെട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് നേതാക്കളടക്കം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിലടക്കം മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിയത് 12 മണിക്ക് ശേഷമാണ്. 12 മണി എന്ന് പറയുന്നത് മുൻ ക്രമീകരണം പാർട്ടി ഓഫീസിലെ പൊതുദർശനത്തിനുള്ള സമയമായിരുന്നു. അതിനുശേഷം ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിനുള്ള സമയമായിരുന്നു. എന്നാൽ വേലിക്കകത്തെ വീട്ടിലേക്ക് അവസാനമായി പ്രിയപ്പെട്ട VS എത്തിച്ചേർന്നപ്പോൾ 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പൊതുദർശനം നീളാനേ എത്തിയിരിക്കുന്നത് നിയന്ത്രിക്കാനാവാത്ത വിധം ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അപാലവൃദ്ധം ജനങ്ങളും VSനെ കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. പുതിയ സമയക്രമം കൃത്യമായി തന്നെ ഉടൻ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ വേലിക്കകത്തെ വീട്ടിൽ വീണ്ടും മണിക്കൂറുകൾ തന്നെ പൊതുദർശനം ഉണ്ടാകും. പിന്നിട്ടാലും കാണാനെത്തുന്ന ആളുകളുടെ എണ്ണം കുറയില്ല. ഓരോ നിമിഷവും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് അണികൾ മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പാർട്ടി ഇതര പ്രവർത്തകരും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിലും ആളുകൾ എത്തിച്ചേർന്നൊരു സാഹചര്യത്തിൽ സമയക്രമത്തിന് മാറ്റം വരുത്തിയിരിക്കുന്നു. പുതിയ സമയക്രമം എത്തരത്തിലായിരിക്കും, ഇതിന് പാർട്ടി ഓഫീസിലേക്ക് പോകുന്നത് എപ്പോഴായിരിക്കും എന്നുള്ളതൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് ഇനി അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ സംഘാടകരും ഒക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ അറിയിച്ചു പോരുന്നുണ്ട്. പുതിയൊരു സമയക്രമം പാലിച്ച് വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നോക്കി. ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. ബീച്ച് റീക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും വലിയ ചുടുകാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ള വിട്ടുപോകില്ല. VSന്റെ മൃതശരീരത്തിൻ്റെ ആ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തു നിന്നും എങ്ങും പോകില്ല. അവസാനമെങ്കിൽ അവസാനം ഒരു സെക്കൻഡ് ഒന്ന് കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നു ജനങ്ങൾ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി, ആ VSനെ ഒന്ന് കാണാനായി. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ് നേരമിരുട്ടുന്നതിന് മുമ്പേ തന്നെ സർക്കാർ ചടങ്ങുകൾ പൂർത്തിയാക്കാനാകുമോ എന്നൊരു ആശങ്കയൊക്കെ പാർട്ടി പ്രവർത്തകർക്കുള്ളിലും പാർട്ടി നേതാക്കൾക്കുള്ളിലും ഒക്കെ തന്നെയുണ്ട്. എന്തായാലും നേരം ഇരുട്ടിയതിന് ശേഷമായിരിക്കും ആ ഒരു വിപ്ലവ സൂര്യൻ അസ്തമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. കാരണം ഈ ഒരു ജനബാഹുല്യം തന്നെയായിരിക്കും അതിനൊരു പ്രധാന കാരണം. കാരണം അവർക്ക് എല്ലാവർക്കും അവസരം ഒരുക്കിയതിന് ശേഷമേ അവസാനത്തെ സന്ദർശകൻ വന്ന് VSനെ കണ്ട് മടങ്ങിയ ശേഷമേ ആ മൃതശരീരം എടുക്കുകയുള്ളൂ, സംസ്കരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നേതാക്കളടക്കം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിമിഷം
പാർട്ടി ഇതര പ്രവർത്തകരും VS-നെ സ്നേഹിക്കുന്നവരും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ മാവേലിക്കരയിൽ നിന്നും ജോസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജോസ്, അവസാനമായി VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ പിറന്ന വീണ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് ഈ നിമിഷം VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ളത്? ആദർശമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു, നല്ല ഭരണകർത്താവായിരുന്നു, പച്ച മനുഷ്യനായിരുന്നു. ഈ അവസരത്തിൽ എന്റെയും ദുഃഖം രേഖപ്പെടുത്തുന്നു. വളരെയധികം നന്ദി ശ്രീ ജോസ്. കാളിദാസ്, നമുക്കറിയാം ഈ ഒരു വളരെയധികം എല്ലാവർക്കും ജനപ്രിയനായ ഒരു നേതാവാണ് ഇന്ന് അവസാന യാത്ര ഓർമ്മയാകാൻ പോകുന്നത്. മിണ്ടിയതെല്ലാം രാഷ്ട്രീയ കോളിളക്കമാക്കിയ VS അച്യുതാനന്ദൻ ഇന്ന് മൗനമായാണ് അദ്ദേഹത്തിൻ്റെ വേലിക്കകത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നിറപുഞ്ചിരികളോടെ എല്ലാവരും കണ്ടിരുന്ന നേതാവിനെ ഇന്ന് ഒന്നും മിണ്ടാതെ കണ്ണുമടച്ച് കിടക്കുന്ന VS-നെ ആണ് ഇന്നിപ്പോൾ അവിടെ എത്തുന്ന ആളുകളെല്ലാം, എല്ലാ ജനങ്ങളും, സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. കണ്ടമിടറിക്കൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുന്നതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവസാനമായി തങ്ങളുടെ നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇന്നലെ മുതൽ ഈ ഒരു വിലാപയാത്രയോടൊപ്പവും അദ്ദേഹത്തിൻ്റെ വീടുകളും തിരുവനന്തപുരത്തെ വസതിയിലാണെങ്കിലും ഇപ്പോൾ വേലിക്കകത്ത്, ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലാണെങ്കിലും നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത്. കാളിദാസ്, കാളിദാസിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചേർത്തലയിൽ നിന്നും രാമകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം. താങ്കൾക്ക് എന്താണ് VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളത്? അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ഇരുന്നപ്പോൾ വളരെ ഡീസന്റ് മനുഷ്യനാണ്. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിനോട് വളരെയധികം മരിച്ചതിൽ വളരെയധികം ഒരു ദുഃഖം സങ്കടമൊക്കെ ഉണ്ട്. കാണാൻ പറ്റാത്ത ഒരാളായിപ്പോയി. അതിന്റെ പേര് വളരെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ആൾക്കാരുടെ മാതിരി നല്ല ഭരണം അങ്ങൊരു അത്ര സത്യസന്ധമായിട്ടുള്ള ഒരാളായിരുന്നു. അതിന്റെ പേരിൽ എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, പങ്കുവെച്ചു. സങ്കടമുണ്ട് ആ കാര്യത്തില് കേട്ടോ. തീർച്ചയായും വളരെയധികം നന്ദി കേരള വിഷൻ ന്യൂസിനോടൊപ്പം തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ചതിന്. കേരള രാഷ്ട്രീയത്തിൽ 8 പതിറ്റാണ്ടിലേറെ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വേലിയേറ്റം സൃഷ്ടിച്ച നേതാവ് ഇന്ന് ഓർമ്മയാകുകയാണ്. ഇപ്പോൾ നിരവധി ആളുകളാണ് തങ്ങളുടെ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ. നമുക്കറിയാം ഇന്നലെ